ഹായ്, എല്ലാവർക്കും എൻ്റെ മൈൽപ്പിലി ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ആഴ്ച വിജയദശമി ആയിട്ട് എല്ലാവർക്കും എൻ്റെ വിജയദശമി ആശംസകൾ. നമ്മൾ വിജയദശമി ആയിട്ട് നോൺ വെജ് ഒന്നും വയ്ക്കില്ലല്ലോ. അപ്പോൾ ഞാനിന്ന് എന്തായാലും നമ്മുടെ വീട്ടിൽ 2-3 കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ 2-3 ദിവസമായി കട്ട് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ ഇന്നത് ഓലം വയ്ക്കാമെന്ന് വിചാരിച്ചാണ്. ഓണത്തിനൊക്കെയാണ് എല്ലാവരും മെയിനായിട്ട് ഇത് വയ്ക്കുന്നത്. എന്നാലും ഞാൻ വിചാരിച്ചു ഇന്ന് കുമ്പളങ്ങ കൂട്ടാൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. ഓല പിന്നെ വേറെ എന്തെങ്കിലും മെയിനായിട്ട് വയ്ക്കണം. ഇതൊരു സൈഡ് ഡിഷായിട്ടേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പയറിട്ടാണ് വയ്ക്കുന്നത്. പയർ ഞാൻ ഇന്നലെ രാത്രി കഴുകി വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും കൂടി കഴുകിയൊക്കെ എടുത്ത് വെച്ചേക്കണതാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പയർ വേവിക്കാം. ഞാൻ കുക്കറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം കുക്കറിൽ നമുക്ക് ആദ്യം തന്നെ വെള്ളം ഒഴിക്കാൻ വെച്ച്. അപ്പോൾ കഴുകി വെച്ചേക്കുന്നതാണ്. എന്നാലും ഒന്നുകൂടി ആ വെള്ളം ഞാൻ കഴുകി തന്നെയാണ് ഒന്നുകൂടി ഇടുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിടാം കേട്ടോ. ലേശം ഉപ്പിടാം. അത് വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്കേ കുമ്പളങ്ങി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ എങ്ങനെ അരിയണേന്ന് ഞാൻ കാണിക്കാം കേട്ടോ. ചെറിയ ചെറിയ പീസായിട്ട് അരിയണേ. പലരും പല ഷേപ്പിൽ അരിയും. അപ്പോൾ നമുക്ക് ഈ കുമ്പളങ്ങ മുറിക്കാം. ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങയാണ് എടുക്കണുള്ളൂ. ബാക്കി കുമ്പളങ്ങ എടുത്ത് മാറ്റി വെക്കട്ടെ കേട്ടോ. ഇന്ന് പിന്നെ അയൽവക്കത്തുള്ള ആർക്കെങ്കിലും കൊടുക്കാം. കുമ്പളങ്ങ കണ്ട നല്ല നാടൻ കുമ്പളങ്ങയാണ്. അതിൻ്റെ ഇത് കണ്ട. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് കുമ്പളങ്ങ അരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ പയറിൻ്റെ കാര്യം ഏതാണ്ടൊക്കെ തീരുമാനത്തിലായിട്ടുണ്ട്. നമുക്ക് വെന്തോന്ന് നോക്കട്ടെ. കുക്കർ തുറന്ന് നോക്കട്ടെ. പയർ നല്ല പാകത്തിനായിട്ടുണ്ട്. കുമ്പളങ്ങ കഷ്ണം ഇടാവേ. ഉപ്പ് ഞാൻ നേരത്തെ ലേശം പയറിന് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇത്രയും കൂടി ഇടുന്നുണ്ട്. ഇനി 3-4 പച്ചമുളക് ഇടുന്നുണ്ട് കേട്ടോ. ഇവിടെ തന്നെ ഉണ്ടായ പച്ചമുളകാണ്. 1, 2, 3, 4 എണ്ണം ഇവിടെ ഉണ്ട്. പിന്നെ ഒരു മുളക് ഇവിടെ ഉണ്ടായിരുന്നത് നല്ല ഡബിൾ കളറായിട്ട് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നല്ലൊരു പകുതി ചുമപ്പായിട്ട്. അപ്പോൾ അതും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ തേങ്ങാപ്പാലിലാണ് വേവിക്കണത്. ഫസ്റ്റ് പാൽ ഞാൻ ഇത്തിരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു തേങ്ങയുടെ. അതൊഴിച്ചാണ് ദേ വേവിക്കണത്. കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഫസ്റ്റ് തേങ്ങാപ്പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊഴിക്കാം. സെക്കൻഡ് പാലിലാണല്ലോ വേവിച്ചത്. അപ്പോൾ അതും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് തിളച്ചാൽ മാത്രം മതിയല്ലോ. ഇതിപ്പോൾ എല്ലാവരും വയ്ക്കുന്നത് തന്നെയാണ്. എന്നാലും ഞാൻ ഇവിടെ കുമ്പളങ്ങ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനിങ്ങനെ കറി വെച്ചപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നതാണേ. ലാസ്റ്റ് നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് അവസാനിപ്പിക്കാം കേട്ടോ. ഇനി ഈ കറി ഉണ്ടല്ലോ വേറൊരു ചട്ടിയിലേക്ക് ഒഴിച്ച് വെക്കട്ടെ കേട്ടോ. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി മുകളിൽ ഒഴിച്ചാലാണ് ഓക്കെ ആവുള്ളൂ. അടുത്തത് എൻ്റെ ഡ്യൂട്ടി ഇതൊന്ന് മെല്ലെ കഴിച്ചു നോക്കലാണ്. ചൂട് പതുക്കെ അറിയിട്ടുണ്ട്. ചൂടാണ് എന്നാലും ഞങ്ങൾക്ക് കഴിച്ചു നോക്കാം. അത് സൂപ്പറായി.